താമരശ്ശേരി ഫ്രഷ് കട്ടിനെതിരായ സമരത്തിനിടെ പോലീസിനെ ആക്രമിച്ചു എന്ന കേസിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. സമരസമിതി പ്രവർത്തകൻ താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശി ബാവൻകുട്ടിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ടി അനീസ് അലി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീസ, ഈ സംഭവത്തിന് പിന്നാലെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആരാണ് കസ്റ്റഡിയിലുള്ളത്? അമൃത, താമരശ്ശേരി ചുണ്ടക്കുന്ന് സ്വദേശിയായ ബാവൻകുട്ടി എന്ന ഈ വ്യക്തിയാണ് ഇപ്പോൾ പോലീസ് അല്പസമയം മുമ്പ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹം സമരസമിതി പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുമാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെല്ലാം ചേർന്ന ഒരു സമര സമിതിയാണ് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആദ്യ അറസ്റ്റ് അല്ലെങ്കിൽ ആദ്യ കസ്റ്റഡിയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 6 കൊല്ലമായി നടക്കുന്ന ഒരു സമാധാനപരമായ സമരം കഴിഞ്ഞ ദിവസം അത് അക്രമാസക്തമായിരുന്നു. അതിൽ ഇപ്പോൾ ആദ്യ കസ്റ്റഡി ഉണ്ടായിരിക്കുകയാണ്. പോലീസ് ഇന്നലെ രാത്രിയും ഈ സമരത്തിന്റെ തലേ ദിവസവും വരെ ഈ പോലീസ് സമരസമിതി നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഈ അക്രമ സംഭവം നടന്നതിന് ശേഷം ഇന്നലെ രാത്രിയോടുകൂടി വിവിധ വീടുകളിലെത്തി സമരസമിതി പ്രവർത്തകർ 300ഓളം പേർക്കെതിരെ 351 പേർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് ഈ അക്രമ സംഭവങ്ങളിൽ കേസെടുത്തിട്ടുള്ളത്. ഇവരുടെയൊക്കെ വീടുകളിൽ രാത്രിയിൽ പുലർച്ചെ 4 മണി വരെയും പോലീസ് അന്വേഷണത്തിനെത്തിയിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ആദ്യ ഒരാളുടെ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നു. ഇദ്ദേഹം ബാവൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹം സമരസമിതിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റം പോലീസിനെ ആക്രമിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് നടപടി കടുപ്പിക്കുന്നതിൽ പ്രദേശവാസികൾക്ക് കടുത്ത എതിർപ്പുണ്ട്. തങ്ങൾ അക്രമികളല്ല, ഇരകളാണ്. 6 വർഷമായി തങ്ങൾ ഈ അനീതിക്കിരയാവുകയാണ് എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ പ്രതിഷേധം ശക്തമായി നിലനിൽക്കുന്നതിനിടെ ഇപ്പോൾ ആ വിഷയത്തിൽ ആദ്യ കസ്റ്റഡി ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അറസ്റ്റ് വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധം ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ പോലീസ് അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരസമിതി പ്രവർത്തകരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് 6 വർഷമായി തങ്ങൾ സമാധാനപരമായാണ് സമരം നടത്തിയത്. അങ്ങനെ തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചിരുന്നത്. എങ്ങനെയാണ് ഫ്രഷ് കട്ടിനെതിരായ തീവെപ്പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി, ആരാണത് നടത്തിയത് എന്നത് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. അത് സമരസമിതിയെ അല്ല നടത്തിയത്, സമരം പൊളിക്കാൻ വേണ്ടി മറ്റാരോ ചെയ്തതാണ് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഈ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ വിഷയത്തിൽ ആദ്യ കസ്റ്റഡി ഇന്നുണ്ടായിരിക്കുന്നത്. അമൃത.